നമസ്കാരം. ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവി ജനറൽ എം നരവണെ എഴുതിയ 4 Stars of Destiny എന്ന ആത്മകഥയിൽ 2020 ഗാൽവൻ താഴ്വരയിൽ വെച്ച് നടന്ന ഇന്ത്യ ചൈന സംഘർഷവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പ്രസ്താവനകൾ രാജ്യത്തുടനീളം ശ്രദ്ധേയമായ ഒരു പൊതു ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ ഇപ്പോൾ പാർലമെൻറ്റും സ്തംഭിപ്പിക്കപ്പെടുന്നു. എന്നാൽ 2020 ഗാൽവൻ താഴ്വരയിൽ എന്താണ് നടന്നത് എന്നതിനെക്കുറിച്ചിട്ട് മിക്കവാറും ആർക്കും തന്നെ ഒരു ധാരണയും ഇല്ല. ഉദാഹരണത്തിന് ശ്രീ TG മോഹൻദാസ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ ഒരു ധാരണയും ഇല്ലാതെ എത്ര നിസ്സാരമായിട്ടാണ് അതിനെ വിവരിക്കുന്നത് എന്ന് കാണുക. ചൈനയാണല്ലോ ഇതിനകത്തെ വിഷയം. ചൈന 4 ടാങ്കും കുറച്ച് പട്ടാളക്കാരുമായിട്ട് കയറി വന്നു. അതിൽ ഇന്ത്യൻ പട്ടാളത്തിന് അതിലൊരു തീരുമാനമെടുക്കാൻ കാലതാമസമുണ്ടായി. ആ കാലതാമസത്തിന് ഉത്തരവാദി പ്രധാനമന്ത്രിയാണ്. അത്ര കാഷ്വലായിട്ടാണ് പ്രധാനമന്ത്രി ഇത്തരം ഇഷ്യൂസ് എടുക്കുന്നത്. അതുകൊണ്ട് പ്രധാനമന്ത്രി ഈ ചെണ്ട കൊട്ടി അറിയിക്കുന്ന പോലെ വലിയ രാജ്യസ്നേഹിയൊന്നും അല്ല. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ പ്ലെയിൻ പോയിൻ്റ്. ഇതാണ് ചൈന 4 ടാങ്കുകളും കുറച്ച് പട്ടാളക്കാരുമായി കയറി വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷെ അദ്ദേഹം കരുതുന്നത് ഈ ഗാൽവൻ താഴ്വര എന്ന് പറയുന്നത് പഞ്ചാബിലെ അതിർത്തിയെപ്പോലെ സമതലമായ ഒരു പ്രദേശമാണ് എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ചൈനക്കാർ 4 ടാങ്കുകളും കുറച്ച് പട്ടാളക്കാരുമായി കയറി വന്നു എന്ന് പറഞ്ഞത്. 2020 ജൂൺ മാസം 15-ാം തീയതിയിലെ ഗാൽവനിലെ രാത്രി ഒരുപക്ഷെ ആധുനിക ചരിത്രത്തിൽ ഒരു സേനയ്ക്കും ഒരിക്കലും നേരിടേണ്ടി വന്നിട്ടില്ലാത്തത്ര തരത്തിൽ ക്രൂരമായ ഒന്നായിരുന്നു. അതുകൊണ്ട് എവിടെയാണ് ഈ ഗാൽവൻ? എന്തായിരുന്നു ആ സംഘടനത്തിലേക്ക് നയിച്ച കാരണങ്ങൾ? എന്തായിരുന്നു ഗാൽവനിൽ അന്ന് രാത്രി യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമുക്ക് അതൊന്ന് വിശദമായി പരിശോധിക്കാം. ഈ ചിത്രത്തിൽ 1 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരാണ്. 2 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറിയായ ലഡാക്കാണ്. 2019 ഏപ്രിൽ മാസത്തിലാണ് അതൊരു UT ആയി മാറിയത്. 3 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ചൈനയുടെ കൈവശമുള്ള അക്സായ് ചിൻ എന്ന പ്രദേശമാണ്. മുകളിലുള്ള ചുവന്ന കുത്ത് അടയാളപ്പെടുത്തുന്നതാണ് ഗാൽവൻ താഴ്വര. ഹിമാലയത്തിൻ്റെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമികളിൽ ഒരിടത്ത് വച്ചാണ് ഗാൽവൻ സംഘട്ടനം അരങ്ങേറിയത്. നിങ്ങൾ ഗാൽവൻ വാലിയുടെ ആകാശത്തു നിന്നുള്ള ഈ ചിത്രം കാണുമ്പോൾ അവിടുത്തെ ഒരു ഏകദേശ ധാരണ ലഭിക്കും. ഗാൽവൻ വാലി വളരെ റിമോട്ടായ ഒരു ഏരിയയാണ്. അവിടെ ജനവാസമില്ല. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 14,000-നും 15,000-നും അടി ഉയരത്തിൽ പരുക്കൻ പാറക്കെട്ടുകൾ നിറഞ്ഞ അപകടം പിടിച്ച ഉയർന്ന പർവ്വതങ്ങളുടെ ഒരു പ്രദേശമാണ് ഗാൽവൻ താഴ്വര. ചിത്രത്തിൽ ചുവന്ന വരയാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് ഇന്ത്യയും ചൈനയ്ക്കും ഇടയിലുള്ള ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അല്ലെങ്കിൽ LAC. ഈ ചിത്രത്തിൽ നീല നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് ഗാൽവൻ നദി. അത് ചൈനയിലെ അക്സായ് നിന്നും ഉത്ഭവിച്ച് മലകൾക്കിടയിലൂടെ വളഞ്ഞും പുളഞ്ഞും പടിഞ്ഞാറേക്ക് ഒഴുകി ഗാൽവൻ വാലിയിൽ എത്തിച്ചേരുമ്പോൾ ഇന്ത്യൻ ഭാഗത്തുള്ള ഷയോക്ക് നദിയുമായി ചേരുന്നു. അവിടെ നിന്നും വീണ്ടും പടിഞ്ഞാറേക്ക് ഒഴുകി പാകിസ്ഥാനിലൂടെ ഇൻഡസ് നദിയിൽ എത്തിച്ചേരുന്നു. സംഘർഷം നടന്ന ഗാൽവൻ മേഖല അതികഠിനമായ തണുപ്പും ഓക്സിജൻ വളരെ കുറവും ചെങ്കുത്തായ പർവ്വതങ്ങളും അതിന് താഴെ കൂടി വളരെ ആഴമുള്ളതും അതിശക്തമായ ഒഴുക്കുള്ളതുമായ ഗാൽവൻ നദി ഒഴുകുന്നതുമായ വളരെ ദുർഘടം പിടിച്ച ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ മനുഷ്യന് എത്തിച്ചേരുക എന്നുള്ളത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ ടാങ്കുകൾക്ക് പ്രവേശനമേ ഇല്ല. യാതൊരു കാരണവശാലും ടാങ്കുകളും കൊണ്ട് ആർക്കും തന്നെ അവിടെ ചെല്ലാനും കഴിയില്ല. 1993 എഗ്രിമെൻറ്റ് ഓൺ മെയിൻ്റനൻസ് ഓഫ് പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി പ്രകാരവും 1996 എഗ്രിമെൻറ്റ് ഓൺ മിലിറ്ററി കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് പ്രകാരവും LACക്ക് സമീപം ഇരുഭാഗത്തെയും പട്ടാളക്കാർ തോക്കുകളോ മറ്റ് സ്ഫോടക വസ്തുക്കളോ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഈ സംഘർഷ സമയത്ത് ഇരുഭാഗത്തെയും പട്ടാളക്കാരുടെ കയ്യിൽ തോക്കുകൾ ഉണ്ടായിരുന്നില്ല. ചൈനയുടെ കൈവശമുള്ള അക്സായ് ചീനുമായി ബന്ധപ്പെട്ട അവകാശ തർക്കം 1962 മുതൽ നിലനിൽക്കുന്നു. അതിർത്തിയിൽ ചൈന അവരുടെ ഭാഗത്ത് വൻതോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടത്തി എങ്കിലും നമ്മുടെ ഭാഗത്ത് അങ്ങനെ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല എന്ന് ഒരു നാണവുമില്ലാതെ നമ്മുടെ മുൻ പ്രതിരോധ മന്ത്രി AK ആൻ്റണി ലോകസഭയിൽ പ്രസ്താവിക്കുന്ന വീഡിയോ നാം എല്ലാവരും കണ്ടതാണ്. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ഇന്ത്യയുടെ ഏറ്റവും വടക്ക് കിഴക്കേ അറ്റത്തുള്ള പ്രധാനപ്പെട്ട മിലിറ്ററി ഔട്ട് പോസ്റ്റും ഏറ്റവും ഉയരത്തിലുള്ള എയർ സ്ട്രിപ്പുകളിൽ ഒന്നും ആയ ദൗലത് ബഗ് ഓൾഡിയാണ്. നമുക്കതിനെ DBO എന്ന് വിളിക്കാം. ലഡാക്കിൻ്റെ വടക്ക് കിഴക്കേ അറ്റത്താണത്. 16,000 അടിയാണ് സമുദ്രനിരപ്പിൽ നിന്നും അതിൻ്റെ ഉയരം. 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്താണ് അവിടെ എയർ സ്ട്രിപ്പ് നിർമ്മിച്ചത്. യുദ്ധത്തിന് ശേഷം അവിടെ ആർമി പോസ്റ്റ് ഉണ്ടായിരുന്നിട്ടും
ഈ വിമാനങ്ങൾ നിരന്തരം അപകടത്തിൽപ്പെടുന്നതുകൊണ്ട് അത് ഒഴിവാക്കാനായി റൺവേയുടെ ഉപയോഗം നിർത്തിവച്ചു. ആ സമയത്ത് പട്ടാളക്കാർക്കുള്ള അത്യാവശ്യ സാധനങ്ങൾ ഹെലികോപ്റ്ററിൽ നിന്നും എയർ ഡ്രോപ്പ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. ഈ കാലാവസ്ഥ അനുകൂലമല്ലാത്ത സമയങ്ങളിൽ അതും സാധ്യമായിരുന്നില്ല. അതുമല്ല, ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് ഹെലികോപ്റ്ററിന് ഫുൾ കപ്പാസിറ്റിയിൽ സാധനങ്ങളുമായി പോകാനും കഴിയുമായിരുന്നില്ല. പട്ടാളക്കാർ അക്കാലത്ത് കാൽനടയായും സാധനങ്ങളും മറ്റും കുതിരകളുടെയും കഴുതുകളുടെയും ഒക്കെ പുറത്ത് വച്ച് കെട്ടിയുമാണ് ദിവസങ്ങളോളം എടുത്ത് ലേയിൽ നിന്നും DBOയിൽ എത്തിയിരുന്നത്. അതിനുശേഷം 2008 ആ റൺവേ വീണ്ടും ഉപയോഗിച്ച് തുടങ്ങിയത്. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഇരു രാജ്യങ്ങളും അംഗീകരിച്ച ഔദ്യോഗികമായ ഒരു അതിർത്തിയില്ല. അതിർത്തിയിലെ ദ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത് നിയമപരമായി നിർണ്ണയിക്കപ്പെട്ട ഒരു അന്താരാഷ്ട്ര അതിർത്തി അല്ല. അതിൻ്റെ കൃത്യമായ രേഖപ്പെടുത്തൽ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചിട്ടും ഇല്ല. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത് ഒരു ഡിഫാക്റ്റോ കൺട്രോൾ ലൈനാണ്. അതായത് ഒരു ഭാഗം ആരുടെ കൈവശമാണോ അത് അവരുടേതാണെന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ ചൈന നിരന്തരം ഇന്ത്യയുടെ ഭാഗത്തേക്ക് കടന്നുകയറ്റം നടത്തുന്നു. അങ്ങനെ ഇരിക്കെ 2019 ഏപ്രിൽ മാസത്തിൽ ഇന്ത്യ ലേയിൽ നിന്നും DOB വരെ പോകുന്ന ഒരു ആൾവദർ ലൈഫ് ലൈൻ റോഡ് പൂർത്തീകരിച്ചു. 255 കിലോമീറ്റർ ആയിരുന്നു അതിൻ്റെ ദൈർഘ്യം. ലേയിൽ നിന്ന് ആരംഭിച്ച് ഡാർബക്, ഷയോക്ക് എന്നീ സ്ഥലങ്ങളിലൂടെ അത് DBOയിൽ എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ചിത്രത്തിൽ ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അത് കടന്നു പോകുന്നത് പച്ച നിറത്തിൽ മാർക്ക് ചെയ്ത ഗാൽവൻ വാലിയിലൂടെ ആണ്. ആ റോഡ് ഡാർബക്, ഷയോക്ക് എന്നീ സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്നതിനാൽ അത് സൂചിപ്പിക്കാനാണ് DSDBO എന്ന് ആ റോഡിന് പേര് നൽകിയത്. അതോടെ നേരത്തെ ദിവസങ്ങൾ എടുത്തിരുന്ന യാത്ര വെറും 6 മണിക്കൂറായി ചുരുങ്ങി. ആർട്ടിലറി, ബോഫോസ് പോലെയുള്ള വലിയ ഗണ്ണുകൾ, ട്രൂപ്പുകൾ, അവർക്കാവശ്യമായ സപ്ലൈ, ഫ്യൂവൽ കൺവോയ്, അമ്യൂണിഷൻ കൺവോയ്, എഞ്ചിനീയറിംഗ് എക്യുപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്നിവയൊക്കെ തന്നെ വളരെ പെട്ടെന്ന് കൊണ്ടുപോകുന്നതിന് സാധ്യമായി. എന്നാൽ ആ റോഡിൻ്റെ ഏറ്റവും വലിയ അപാകത എന്ന് പറയുന്നത് അത് പല സ്ഥലങ്ങളിലും ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളുമായിട്ട് വളരെ ചേർന്നായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അത്തരത്തിലുള്ള ഒന്നായിരുന്നു ഈ പെട്രോൾ പോയിൻ്റ് 14 എന്ന് പറയുന്ന ഈ സംഭവം നടന്ന ഗാൽവൻ താഴ്വര. എന്നാൽ ചൈനയ്ക്ക് ഇന്ത്യ ഈ LACയോട് ചേർന്ന് നടത്തിയ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇരു വിഭാഗവും പരസ്പരം LAC ക്രോസ് ചെയ്തു എന്ന് ആരോപണം ഉന്നയിച്ചു. അതിനെ തുടർന്നിട്ട് 2020 ഇരു വിഭാഗവും ഈ LACയോട് ചേർന്നിട്ട് അവരുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചു. കാരണം DSDBO റോഡിന് സമീപത്തുള്ള ഒരു ഉയർന്ന മലയാണ് PP14. PP എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ പോയിൻ്റ്. ഇന്ത്യൻ സൈന്യം പെട്രോളിംഗ് നടത്തുന്ന ഒരു പോയിൻ്റാണ് ഈ PP14. അപ്പോൾ ചൈനയ്ക്ക് അതിൻ്റെ നിയന്ത്രണം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നിരന്തരം ഈ റോഡിനെ നിരീക്ഷിക്കാൻ കഴിയും. വേണ്ടി വന്നാൽ അവർക്ക് അതിലൂടെയുള്ള ഗതാഗതത്തിന് തടസ്സപ്പെടുത്തുന്നതിനും സാധിക്കും. അതുകൊണ്ടാണ് അവർ PP14 കയ്യേറിയത്. ജൂൺ 6 ചർച്ചകൾ നടത്തി സൈന്യത്തെ പിൻവലിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ചൈന അവരുടെ മുൻപുള്ള നിലപാടിൽ മാറ്റം വരുത്തിയില്ല. അതായിരുന്നു ഈ ഗാൽവൻ സംഘടനത്തിനുള്ള പ്രധാന കാരണം. ചുവന്ന വൃത്തത്തിലുള്ളതാണ് സംഭവസ്ഥലം. ജൂൺ 6 തീരുമാനിച്ച പ്രകാരം പെട്രോൾ പോസ്റ്റ് 14 സമീപത്തു നിന്നും ചൈന സൈനികരെയും അവിടെ സ്ഥാപിച്ചിരുന്ന ടെൻറ്റ് പോലുള്ള താൽക്കാലിക നിർമ്മാണങ്ങളും മറ്റും മാറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇന്ത്യൻ പെട്രോൾ സംഘം 2020 ജൂൺ 15 വൈകുന്നേരം 5-നും 6-നും ഇടയിൽ കേണൽ സന്തോഷ് ബാബുവിൻ്റെ നേതൃത്വത്തിൽ സംഭവ സ്ഥലത്തേക്ക്, അതായത് PP14 കയറി ചെന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഭാഗത്തുള്ള നദിയുടെ മറുകരയിൽ, അതായത് കിഴക്ക് വശത്തായിരുന്നു. ആ ഭാഗവും ഇന്ത്യയുടേതായിരുന്നു എന്ന് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ കണ്ടാൽ അറിയാം. ഇന്ത്യയുടെ ഭാഗത്ത് ഗാൽവൻ നദി ഷയോക്ക് നദിയുമായി ചേരുന്ന സംഗമ സ്ഥാനത്ത് ഗാൽവൻ നദി മറികടക്കാൻ വേണ്ടിയിട്ട് ഒരു പാലം പണിതിട്ടുണ്ടായിരുന്നു. അതാണ് ഈ നദി മറികടക്കാനുള്ള ഏക മാർഗം. അതിലൂടെയായിരുന്നു ഈ സന്തോഷ് ബാബുവും അദ്ദേഹത്തിൻ്റെ ടീമും ഈ നദി മറികടന്നിട്ട് PP14 പോയത്. എന്നാൽ ചൈനയുടെ സൈനികരും അവർ താൽക്കാലികമായി നിർമ്മിച്ച ടെൻറ്റ് പോലുള്ള സ്ട്രക്ചേഴ്സും മറ്റും പഴയതുപോലെ തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. തുടർന്നാണ് വാക്ക് തർക്കം ആരംഭിച്ചത്. പിന്നെ അത് ഉന്തും തള്ളും ആയി. പിന്നെ അത് കയ്യാങ്കളിയിലേക്ക് നീണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരുടെയും കയ്യിൽ തോക്കുകൾ ഉണ്ടായിരുന്നില്ല. പകരം വളരെ അപകടകരമായ കല്ല്, ഇരുമ്പ് ദണ്ട്, ആണികൾ പതിപ്പിച്ച ദണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പ്രാകൃതമായ മധ്യകാലഘട്ടത്തിലെ ആയുധങ്ങളാണ് അവിടെ ഉപയോഗിച്ചത്. ഫേസ് ടു ഫേസ് ആയിട്ടായിരുന്നു ഈ സംഘടന. സ്വാഭാവികമായിട്ടും അവിടെ ചൈനക്കാരുടെ എണ്ണം കൂടുതൽ ആയിരുന്നിരിക്കാനാണ് സാധ്യത. അതിനുപരിയായിട്ട് ഈ പർവ്വത മേഖലയിൽ ഹൈറ്റിൻ്റെ അഡ്വാൻറ്റേജ് ആർക്കാണോ അവർ നേരത്തെ തന്നെ പൊക്കത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്.
ആർക്കാണോ ഹൈറ്റിൻ്റെ അഡ്വാൻറ്റേജ് ഉള്ളത് അവരുടെ പ്രഹരശേഷിയും കൂടുതൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ചൈനക്കാർക്ക് അവരുടെ ഹൈറ്റും ഒരു ആയുധമായിട്ട് മാറിയിരിക്കണം. ചുവന്ന നിറത്തിൽ മാർക്ക് ചെയ്തതാണ് ഇടുങ്ങിയ സംഭവസ്ഥലം. താഴെ പച്ച നിറത്തിലുള്ളത് ഗാൽവൻ നദി. മരം കോച്ചുന്ന തണുപ്പത്ത് 14,000-നും 15,000-നും അടി ഉയരത്തിൽ ഓക്സിജൻ വളരെ കുറഞ്ഞ അന്തരീക്ഷത്തിൽ തൊട്ടു താഴെ ആഴമുള്ളതും ഒഴുക്കുള്ളതുമായ ഗാൽവൻ നദി ഒഴുകുന്ന പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു മലയുടെ മുകളിൽ അന്ധകാരത്തിൽ ശത്രുവാര് മിത്രമാര് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ കുറേ പട്ടാളക്കാർ പ്രാകൃതമായ ആയുധങ്ങൾ ഉപയോഗിച്ച് പരസ്പരം കൊല്ലപ്പെട്ട ഒരു സംഭവം അവിടെ അരങ്ങേറുകയായിരുന്നു. തികച്ചും അന്ധകാരമായിരുന്നു. പലരും കാൽ വഴുതിയിട്ട് ഈ മഞ്ഞുമൂടി കിടക്കുന്ന നദിയുടെ അഗാധ ഗർത്തത്തിലേക്ക് പതിക്കുന്നു. കേണൽ സന്തോഷ് ബാബു ഉൾപ്പെടെ 20 ഇന്ത്യക്കാർ മരണപ്പെട്ടു എന്നാണ് ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ട്. നമുക്കത് വിശ്വസിക്കാൻ മാത്രമേ കഴിയൂ. ചൈനയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. എങ്കിലും ഈ റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ആൾക്കാർ മരണപ്പെട്ടിരിക്കാനാണ് സാധ്യത. രാത്രിയിലും സംഘടന തുടർന്നു. അവിടെ ഈ മലയുടെ ഈ വീതി വളരെ കുറഞ്ഞതും ഈ അരിക കുത്തനെ നദിയിലേക്ക് പോകുന്നതും ആയിരുന്നു. അവിടെ നദി ഈ മലയെ ചുറ്റിയായിരുന്നു ഒഴുകിക്കൊണ്ടിരുന്നത്. പലരും കാൽവഴുതിയും അല്ലാതെയും ഒക്കെ തന്നെ നദിയിലേക്ക് പതിച്ചു. രാത്രി വൈകിയപ്പോൾ ഇരുഭാഗത്തും കൂടുതൽ ആൾക്കാർ എത്തിച്ചേർന്നു. ആകെ ഉദ്ദേശം 600ഓളം പേരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് റിപ്പോർട്ട്. അർദ്ധരാത്രിയോടെ സംഘടന മറ്റുള്ള സെക്ടറുകളിലേക്കും വ്യാപിച്ചു. 14,000-നും 15,000-നും അടി പൊക്കത്തിൽ -ഡിഗ്രി ടെമ്പറേച്ചറിൽ തികച്ചും അന്ധകാരത്തിൽ അവിടെ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ശത്രു ആരാണെന്നോ മിത്രം ആരാണെന്നോ അറിയാൻ കഴിയാതെ സ്വന്തം ജീവൻ രക്ഷപ്പെടുത്തുന്നതിനുള്ള തന്ത്രപ്പാടിൽ നേരെ വന്നവനെ ഒക്കെ തന്നെ പ്രഹരിച്ചിരിക്കാം, കൊന്നിരിക്കാം. ചില സെക്ടറുകളിൽ ഇന്ത്യക്കാർ ചൈനക്കാരെ പുറകോട്ടടിച്ചു. മറ്റു ചില ഭാഗത്ത് ചൈനക്കാർ ഇന്ത്യക്കാരെ പുറകോട്ടടിച്ചു. സ്വാഭാവികമായിട്ടും അവരുടെ എണ്ണം കൂടുതലായിരുന്നു എന്നാണ് പറയുന്നത്. ചില ഇന്ത്യക്കാരെ താൽക്കാലികമായി ചൈനക്കാർ ബന്ദികളാക്കുകയും ചെയ്തു. സംഘടന ഏകദേശം 7 മണിക്കൂറോളം നീണ്ടുനിന്നു. ഈ അപകട നിരക്ക് കൂടിയത് ഈ പ്രഹരം ഏറ്റതുകൊണ്ട് മാത്രമായിരുന്നില്ല. പലരും പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നും തണുത്തുറഞ്ഞ നദിയിൽ വീണുപോയി. അവരെയൊക്കെ ഹൈപ്പർ തെർമിയ, അതായത് ഈ തലച്ചോറ് തണുപ്പ് കൊണ്ട് തലച്ചോറ് മരവിച്ചു പോകുന്ന ഒരു അവസ്ഥ ബാധിച്ചു. അവരൊക്കെ തന്നെ മരണപ്പെടുകയും ചെയ്തു. നേരം പുലർന്നപ്പോൾ ഉന്നത സൈനിക കമാൻഡർമാർ ഇടപെട്ടിട്ട് ഇരു വിഭാഗത്തെയും വേർപെടുത്തി. പിന്നെയുള്ള ശ്രദ്ധ ഈ ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നതിലും മരിച്ചവരുടെ മൃതദേഹം കണ്ടെത്തുന്നതിലും ആയിരുന്നു. 2020 ജൂൺ മാസം 15-നും 16-നും ഇടയ്ക്കുള്ള രാത്രിയിൽ നടന്ന ഇന്ത്യ ചൈന സൈനികർ തമ്മിലുള്ള തോക്കില്ലാത്ത സംഘട്ടനം 40 വർഷങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും രക്തരൂക്ഷിതമായ അതിർത്തി സംഘടനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അത് ഇന്ത്യ ചൈന ബന്ധത്തെ വളരെ സാരമായി ബാധിച്ചു. ഇന്ത്യ ചൈനയുടെ പല ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റുകളും നിരോധിച്ചു. ഇരുപക്ഷവും LACയുടെ ഇരുഭാഗങ്ങളിലായിട്ട് സേനാവിന്യാസം വർദ്ധിപ്പിച്ചു. തുടർന്ന് മിലിറ്ററി തലത്തിലും നയതന്ത്ര തലത്തിലും ചർച്ചകൾ ഉണ്ടായി. അതിനുശേഷം ചില ഫ്രിക്ഷൻ പോയിന്റുകളിൽ സേനകളെ പിൻവലിച്ചു. എങ്കിലും ടെൻഷൻ ഇപ്പോഴും തുടരുന്നു. ഗാൽവൻ സംഭവം ഇത്ര രൂക്ഷമാകുമായിരുന്നില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഇന്ത്യൻ സൈന്യം അവിടെ സന്ദർശിച്ചത് വളരെ വൈകിട്ട് ആയിരുന്നു. നേരത്തെ ആയിരുന്നു എങ്കിൽ വെളിച്ചം ഉണ്ടാകുമായിരുന്നു. ഒരുപക്ഷെ രക്ഷപ്പെടാനുള്ള സാധ്യതകളും ഏറുമായിരുന്നു. വെടിയേറ്റ് മരിക്കുന്നത് ആ രാത്രി അവിടെ മരണപ്പെട്ട രീതിയേക്കാൾ ഭയാനകമായിരിക്കില്ല എന്ന് ആ രാത്രി മനസ്സിൽ സങ്കല്പിക്കുന്ന ആർക്കും തന്നെ ബോധ്യപ്പെടും. ആ സംഭവത്തിന് ശേഷം DSDBO റോഡ് സുരക്ഷിതം അല്ലാത്തതിനാൽ സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ മറ്റൊരു റോഡിൻ്റെ നിർമ്മാണം തുടങ്ങിയിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഒരു ടണലും നിർമ്മിക്കുന്നുണ്ട്. ഈ റോഡ് ലേയിൽ നിന്നും സസോമ സാവോ വഴിയാണ് DBOയിലേക്ക് പോകുന്നത്. ഇപ്പോഴുള്ള റോഡിനേക്കാൾ ദൈർഘ്യം കുറവാണ് പുതിയ റോഡിന്. ആ റോഡ് ഈ LACയിൽ നിന്നും വളരെ അകലെ കൂടിയാണ് കടന്നു പോകുന്നത്. ആ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി ഇന്ത്യയുടെ ആ മേഖലയിലെ സ്ട്രാറ്റജിക് പവർ വീണ്ടും വർദ്ധിക്കും. നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സൈനികർ എന്തുമാത്രം കഷ്ടപ്പാടാണ് സഹിക്കുന്നത് എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ സ്വയം ഒരു സൈനികൻ ആണെന്ന് ചിന്തിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ പോസ്റ്റിംഗ് കിട്ടി എന്ന് കരുതുക. എങ്കിൽ മാത്രമേ അവിടുത്തെ ജീവിതത്തിൻ്റെ കാഠിന്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ എയർഫോഴ്സിൽ ആയിരുന്ന സമയത്ത് ലേയിൽ ഒരു പോസ്റ്റിംഗ് കിട്ടുകയാണ് എങ്കിൽ അവിടുത്തെ ടെനിയർ കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന അടുത്ത പോസ്റ്റിംഗ് നമ്മുടെ ചോയ്സ് പോസ്റ്റിംഗ് ആയിരിക്കും. നമ്മൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ഒരു പോസ്റ്റിംഗ് നൽകുമായിരുന്നു.
ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ജനറൽ നരവണയുടെ പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഗാൽവൻ സംഭവം സെൻട്രൽ ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്തപ്പോൾ യുക്തമായ തീരുമാനമെടുക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു എന്നാണ്. നാം കണ്ടു, ആ സംഭവം നടന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ ഉന്നത ഓഫീസർമാർ ഇടപെട്ട് ആ പ്രശ്നത്തിന് താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തി. മിക്കവാറും അക്കാര്യമായിരിക്കണം ജനറൽ നരവണെ ഈ സെൻട്രൽ ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുള്ളത്. ന്യൂക്ലിയർ ആയുധങ്ങൾ കൈവശം ഉള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധത്തിലേക്ക് പോകേണ്ട ഒരു കാരണമായിരുന്നില്ല ഗാൽവനിൽ ഉണ്ടായത്. ആ ഒരു പശ്ചാത്തലത്തിൽ വേണം നാം ഈ ജനറൽ നരവണയുടെ കുത്സിത പ്രവർത്തനങ്ങളെ കാണേണ്ടത്. അതിനെക്കുറിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് 2020 ജൂൺ മാസം 15-ാം തീയതി രാത്രി ഗാൽവനിൽ സംഭവിച്ചത്. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ ബലിദാനം നൽകിയ സൈനികരെ നമുക്ക് ഓർമ്മിക്കാം. അവർക്ക് നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം. ജയ് ഹിന്ദ്.